നമുക്കൊപ്പം ജമ്മു കശ്മീരിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള അന്ന ഫാത്തിമ തത്സമയം ചേരുകയാണ്. അന്ന, ഇപ്പോൾ എന്താണ് സാഹചര്യം? ഇപ്പോൾ എവിടെയാണുള്ളത്? ഹലോ അന്ന, കേൾക്കാമെങ്കിൽ പറയാം. എവിടെയാണ് അന്ന ഇപ്പോൾ ഉള്ളത്? സുരക്ഷിതയാണോ? ഇപ്പോൾ എന്താണ് സാഹചര്യം? അത്യാവശ്യം ഏകദേശം ഒരു 33 മലയാളികൾ അടുത്തോളം നമ്മൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഒരു 10:45 ഒരു സ്പെഷ്യൽ ട്രെയിൻ ഡൽഹിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സീറ്റ് അത് ഓൾറെഡി ഇന്ന് രാവിലെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും ഇപ്പോൾ ട്രെയിനിന് വെയിറ്റ് ചെയ്യുക. പക്ഷെ ഇതുവരെ ആ ട്രെയിൻ വന്നിട്ടില്ല. ഒരു സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ എവിടെ എത്തി എന്നുള്ള സാധനം നമുക്കിപ്പോൾ കാണാനും പറ്റില്ല. അപ്പോൾ അതിന്റെ കുറച്ച് ടെൻഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മളിനിയിപ്പം ശരിക്കും 10:45 കയറുമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി 8 മണിയോടെ നമ്മൾ ഡൽഹിയിലെത്തും എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പം അവിടെ എത്തിയിട്ട് നമ്മൾ MP മാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്, ഓരോരുത്തരെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഇതിപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ ആണല്ലോ, അത് ഡൽഹിയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ ആണോ? വലിയ തിരക്കുണ്ടോ അതിൽ? അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ ആളുകളുണ്ടോ കൂടുതലായി? ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാള സ്റ്റുഡൻസ് തന്നെ ഏകദേശം 30-ലധികം ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. 33 പേരടക്കം നിരവധി ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ ഇപ്പോൾ ജമ്മു റെയിൽവേ സ്റ്റേഷന്റെ? അതായത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളികൾ മാത്രം അത്രയുണ്ട്. പിന്നെ ചില ഡോക്ടേഴ്സ്, നഴ്സുമാർ, അവരുടെ ഫാമിലീസ്, അവരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇപ്പം നിലവിൽ ഡൽഹിക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളൊരു സിറ്റുവേഷനിലാണുള്ളത്. അപ്പം ആ സ്പെഷ്യൽ ട്രെയിനും വെയിറ്റ് ചെയ്തിരിക്കുവാണ്, ഇതുവരെ വന്നിട്ടില്ല. അന്ന് അവിടുത്തെ എൻക്വയറി കൗണ്ടറിൽ നിന്ന് എന്താണ് പറയുന്നത്? ട്രെയിൻ വൈകുന്നതിന് എന്തെങ്കിലും കാരണം പറയുന്നുണ്ടോ? ഇല്ല, അപ്പം ഞങ്ങളിപ്പം ചോദിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ അത് ചോദിക്കാതെ പോയിട്ട് അപ്പോഴത്തേക്കും ട്രെയിൻ വരുമോ, മിസ്സാവുമോ? കാരണം ഞങ്ങൾക്ക് ഒരു ചാൻസ് പോലും റിസ്ക് പോലും ഈ ഒരു സമയത്ത് എടുക്കാൻ പറ്റൂലാത്തൊരു അവസ്ഥയാണ്. അന്നെ ജമ്മുവിലെ എവിടെയായിരുന്നു കൃത്യമായി? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് ജമ്മുവിലെ ഏത് മേഖലയിലാണ്? നമ്മൾ സാംബ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം റായ്മൂർ വിജയ്പൂറിന്റെ ഇടയിൽ അപ്പം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ പഠിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ഈ അവിടെയുള്ള പ്രദേശങ്ങളിലായിട്ട് PG-യിൽ സ്റ്റേ ചെയ്യുമായിരുന്നു. അവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുകയായിരുന്നു അല്ലേ? അതെ അതെ. ഇന്നലെ രാത്രിയിലത്തെ സാഹചര്യം ഒന്ന് പറയാമോ അന്ന? ഇന്നലെ രാത്രി അതായത് പെട്ടെന്ന് നമ്മൾ എല്ലാവർക്കും മലയാളികൾ നമുക്കിവിടെ നമ്മൾ മാത്രമായതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ പുറത്തേക്ക് കിടക്കുന്ന ശീലമുണ്ട്. അങ്ങനെ ഒരു 7 മണി 7:30 ആയപ്പോൾ നമ്മളെല്ലാവരും ചായ കുടിച്ച് 8 മണി ആയ സമയത്തേക്കും ഞങ്ങൾ നോക്കുമ്പോൾ കടകളൊക്കെ ഷട്ടർ ഇടുന്നു. പെട്ടെന്ന് തന്നെ ഫുൾ ബ്ലാക്ക് ഔട്ട് ആവുന്നു. അപ്പോൾ അവിടെയുള്ള പയ്യന്മാര് നമുക്ക് അത്യാവശ്യം അവിടെ ഉള്ള ഭയങ്കര ജമ്മുവിലുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് പൊതുവെ നമ്മളോടൊക്കെ. അപ്പം അവർ പെട്ടെന്ന് പറഞ്ഞു, മക്കളെ നിങ്ങൾ വേഗം റൂമിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയി. അതിനുശേഷം അവിടെ ഇരുന്നിട്ട് ഇതേപോലെ ഫുൾ ബ്ലാക്ക് ഔട്ട് ആയി. അപ്പം തന്നെ ഇടയ്ക്ക് റൂമിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ ബും ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കണ്ടായി. അപ്പൊ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ വെറുതെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആകാശത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടത്. ഒരു റെഡ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ചെറുതായിട്ട് പൊട്ടുന്നുണ്ട്. ഇന്നലെ 12 മണിക്കും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ശബ്ദവും സാധനം പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുള്ള് റൂമിന്റെ ഉള്ളിൽ സേഫ് ആയിട്ട് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഇന്നലെ രാത്രി ഈ ഷെല്ലിംഗ്, ശക്തമായ രീതിയിലുള്ള ഷെല്ലിംഗ്, മിസൈൽ ആക്രമണം ഉണ്ടായത് നിങ്ങൾ കണ്ടു അല്ലേ? അതെ, നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിന്റെ ഒരു ഗ്ലിംസ് ഇങ്ങനെ ആകാശത്തിൽ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. വലിയൊരു പാനിക് സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അത്യാവശ്യം പാനിക് ആവും. നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല. അതായത് കാശ്മീർ പ്രശ്നമുണ്ട്. ജമ്മു കമ്പാരിറ്റീവ്ലി കാശ്മീരിനെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. പക്ഷെ ഇന്നലെ അത് കണ്ട സമയത്ത് പെട്ടെന്ന്, അതായത് നമ്മൾ കുറെ ആൾക്കാർ, നമുക്ക് സെം എക്സാം ഇവർ പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ഇത്. അപ്പം പെട്ടെന്നാണ് ഇവർ സെം എക്സാം ഒക്കെ മാറ്റുന്നത്. എന്നാലും ഞങ്ങൾ വിചാരിച്ച നാട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം പോയാൽ അപ്പം തന്നെ തിരിച്ചു വരണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ജമ്മുവിൽ സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു സാധനത്തിലായിരുന്നു നിന്നത്. പക്ഷെ ഇന്നലെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും അപ്പോഴത്തേക്കും എന്തായാലും നാട്ടിലേക്ക് പോകണം. പിന്നെ വീട്ടുകാരും ഭയങ്കര ടെൻഷനാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഓൺലൈനിന്റെ അകത്ത് നമ്മൾ അവസ്ഥ പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായി. അതായത് നമ്മൾ ജമ്മുക്കാരെ നോക്കാണ്ടാണ് പോകുന്നത് എന്നുള്ളൊരു സാധനം നമുക്കുണ്ടായി. പക്ഷേ ജമ്മുക്കാർക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ജമ്മുക്കാർ. പക്ഷെ അവരവരുടെ ഫാമിലിന്റെ കൂടെയാണ്. അവരും നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളൂ എന്നുള്ളൊരു സാധനമാണ് പറഞ്ഞത്. ഉറപ്പായി ഇപ്പോൾ സുരക്ഷിതയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അന്ന, നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ ഉള്ളത് ഈ നിയന്ത്രണ രേഖയിൽ നിന്ന്, POK-യിൽ നിന്ന് എത്ര ദൂരത്തിലാണ്? നമ്മളത് നന്ദപൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഭാഗത്ത് ആക്ച്വലി ബോർഡർ ആയിട്ട് വരുന്നത്. അതിന്റെ അടുത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ ആക്ച്വലി, എന്നാലൊരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എങ്ങാനാണ് നന്ദപൂർ എന്ന് പറഞ്ഞുള്ളത്. ഇന്നലെ ഒരുപാട് മിലിറ്ററി വണ്ടികളും കാര്യങ്ങളും നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് കാണുന്നുണ്ടായി അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരുപാട് വാഹനങ്ങൾ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, മിലിറ്ററി വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. കുറെ ആൾക്കാർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടായിരുന്നു.
അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈ ജനജീവിതം ഏത് വിധത്തിലാണ്? നമ്മളോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അന്ന പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കരുതുന്ന ആളുകളാണല്ലോ. അപ്പോൾ അവിടുത്തെ ജനജീവിതം ഏത് വിധത്തിലാണ് ഇപ്പോൾ അന്ന? അവിടുത്തെ ജനവിധം ഒന്നാമത് നമ്മൾ ഇന്നലെ വരെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ പെട്ടെന്നാണ് നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർ നമ്മളോട് തന്നെ മക്കളെ റൂമിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത്. പിന്നെ ആരെയും നേരിട്ട് കാണാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായി. അപ്പം നമ്മളിന്ന് രാവിലെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു നമ്മൾ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ പേടിച്ച് പോയോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെക്കാളും ഞങ്ങളുടെ ഫാമിലിയാണ് ഇപ്പൊ പേടിച്ചിരിക്കുന്നത്. നമ്മൾ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും, നമ്മൾ വേഗം തന്നെ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് മടങ്ങിയത്. അധികം ഇതിന് രാവിലെ നേരത്തെ ആയതുകൊണ്ടോന്ന് അറിയില്ല, കമ്പാരിറ്റീവ്ലി കടകളൊക്കെ തുറന്നിട്ടില്ലായിരുന്നു രാവിലെ. പിന്നെ ബസ് കിട്ടാൻ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് സാധാരണ പെട്ടെന്ന് വരുന്ന ബസ്സുകളായിരുന്നു. ഇന്നൊക്കെ ബസ്സൊക്കെ ഭയങ്കര കുറവാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ, ജമ്മുവിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലായിരിക്കും അന്ന ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ കൂടുതൽ ട്രെയിനുകൾ ഉണ്ടോ അന്ന? അതിൻ്റെത് കറക്റ്റ് എനിക്ക് അറിയില്ല. ഇപ്പൊ എന്തായാലും ഡൽഹിക്ക് പോകാൻ കുറെ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കാണാനാവുന്നുണ്ടോ? മറ്റു ട്രെയിനുകൾ കാണാനാവുന്നുണ്ടോ? മറ്റ് ഒരു ട്രെയിൻ ഇപ്പൊ 2 പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിട്ടാണുള്ളത്. വേറെ ട്രാക്കിലൊന്നും ഇല്ല, വേറെ വണ്ടികളൊന്നും ഇല്ല. നിർത്തിയിട്ട് 2 ട്രെയിൻ ഉണ്ട് എന്നല്ലാതെ അത് കുറച്ച് സമയമായി ഇവിടെ നിർത്തിയിട്ടിട്ട്. ഓക്കെ അന്ന, താങ്ക് യു. ഒരു കാര്യം കൂടി പറയാം, അന്ന ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സുരക്ഷിതയായിരിക്കുക. വളരെ വേഗത്തിൽ തന്നെ കേരളത്തിലേക്ക് എത്താനാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഒപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ, ഇനി ട്രെയിനുകൾ കൂടുതൽ വൈകുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ പ്രത്യേക നമ്പറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഞങ്ങളുടെ PCR നിന്ന് അന്നയ്ക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ നമ്പറിൽ ബന്ധപ്പെടാം. നോർക്കയുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, ആ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ PCR നിന്ന് ആ നമ്പർ അന്നയ്ക്ക് കൈമാറുന്നതായിരിക്കും. അന്നയ്ക്ക് വളരെ വേഗത്തിൽ ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏത് സമയത്തും ന്യൂസ് മലയാളത്തിലേക്ക് ഏതാവശ്യത്തിനും വിളിക്കാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു അന്ന. അന്നയാണ് ജമ്മുവിൽ നിന്ന് നമ്മളോടൊപ്പം സംസാരിച്ചത്. ഇപ്പോൾ